യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, എല്ലാവരും സന്തോഷമായിട്ടും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയൊക്കെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദിവസം രോഗികളായി ഹോസ്പിറ്റലുകളിലോ വീടുകളിലോ ഒക്കെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ പ്രത്യേകം ഇന്നേ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമായി ദൈവത്തിൻ്റെ കരം, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ സഹായം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനം കേൾക്കുകയും അതോടൊപ്പം അനേകരിലെത്തിക്കുകയും ചെയ്യുന്ന, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേർ ഈ ആത്മീയ ഭവനത്തിനകത്തുണ്ട്. ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ ആത്മീയ ഭവനത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, നിയോഗങ്ങൾ സകലതും ദൈവനാമ മഹത്വത്തിനായി അതൊക്കെ സാധിച്ചു കിട്ടട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ, അറിയുവാൻ, അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സജീവൻ എന്ന പേരുള്ള സഹോദരനാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം അങ്ങനെ ഒരു ത്യാഗത്തോടെ ഇന്ന് ഉപവാസം എടുക്കുമ്പോൾ ആ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ദൈവത്തിൻ്റെ സഹായം ആ കുടുംബത്തിന് ലഭിക്കട്ടെ. ഇവിടെ ഇന്നുവരെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സകല നിയോഗങ്ങൾക്കും വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കാം. ഈ വചനം നമ്മളിലേക്ക് നീട്ടിത്തരുന്ന മറ്റൊരനുഗ്രഹമുണ്ട്, വേറൊരു വിടുതലുണ്ട്, ഒരു സൗഖ്യമുണ്ട്. പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. എസ്തേറിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എസ്തേറിൻ്റെ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ തലക്കെട്ട്. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി. എസ്തേർ രാജ്ഞിയാണ്, വലിയ നിലയിലുള്ള ഒരാളാണ്. പക്ഷെ ആൾക്കൊരു വലിയ ടെൻഷനുണ്ടായി, വലിയൊരു ഭാരമുണ്ടായി. ആ ഭാരം എഴുതിയിരിക്കുന്നത് മരണതുല്യമായ ഉത്കണ്ഠ എന്നാണ്. അപ്പോൾ ഇതുപോലെ ഉത്കണ്ഠയിലും ആകുലതയിലും ഇരിക്കുന്നവരൊക്കെ കാണും. മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി. എന്നിട്ടോ കർത്താവിങ്കിലേക്ക് ഓടി. രാജ്ഞിയാണ് അങ്ങനെ ചെയ്തേന്ന് ഓർക്കണം. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വനിതയാണ്. ദൈവസന്നിധിയിലേക്ക് ഓടി. അത്രയും തിരക്കുള്ള ഒരാൾ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാനായിട്ട് ഓടിച്ചെന്നു. നമ്മളൊക്കെ സാധാരണക്കാരാ, എന്നാലും പറയും ഭയങ്കര തിരക്കാണ്, പിന്നെ എപ്പോഴേലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി ഓടി. അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ചു. ധരിച്ചിരുന്ന ആഡംബര വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം എടുത്തു ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ടവൾ തലമൂടി. ചാരവും ചാണകവും സാധാരണക്കാരായ നമ്മൾ പോലും അങ്ങനെ ചെയ്യില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യെന്ന് തോന്നിപ്പോവും. രാജ്ഞി ചാരവും ചാണകവും തലയിലിട്ട് മൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. 3-ാമത്തെ വാക്യം, അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഥമ വനിത, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ, വിലയുള്ള ഒരാൾ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ. അപകടം എൻ്റെ
കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു. കൈയെത്തുന്ന ദൂരത്ത് ഞാൻ കാണുന്നു ചില അപകടങ്ങൾ, ചില വിഷമങ്ങൾ, ചില സങ്കടങ്ങൾ. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ആരാ പ്രാർത്ഥിച്ചത്? എസ്തേർ പ്രാർത്ഥിച്ചു. ഈ 14-ാം അധ്യായം എസ്തേറിൻ്റെ എളിമയുള്ള ഏകയായ എന്നെ സഹായിക്കണമേ, അപകടം കൈപ്പാട്ട് അകലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച എസ്തേറിന് മുമ്പിലേക്ക് വന്നത് ഒരനുഗ്രഹമാണ്. 14-ാം അധ്യായം കഴിഞ്ഞ് 15-ാം അധ്യായമാണ് വരേണ്ടതെങ്കിലും അതിന് തൊട്ടു താഴെ 5-ാം അധ്യായമാണ് എഴുതിയിരിക്കുന്നത്. എസ്തേർ രാജസന്നിധിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് 3-ാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞു. 3 ദിവസം കുറച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കൊട്ടാരത്തിൻ്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിന് മുൻപിൽ ചെന്ന് നിന്നു. രാജാവ് കൊട്ടാരത്തിൻ്റെ വാതിലിനു നേരെ സിംഹാസനത്തിൽ ഇരിക്കുവായിരുന്നു. രാജാവ് എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ട് അവൻ അവളിൽ പ്രസാദിച്ചു. രാജാവ് ദേഷ്യപ്പെട്ടു എന്നല്ല, രാജാവ് പ്രസാദിക്കാനിടവന്നു. അടുത്തതോ, തൻ്റെ കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി. പ്രാർത്ഥനയോടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ ഒരാളുടെ മേൽ നീട്ടപ്പെട്ട നോക്കൂ, സ്വർണത്തിൻ്റെ ചെങ്കോൽ അവളുടെ നേരെ നീട്ടി അടുത്തേക്ക് എത്തിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുത്തേക്ക് നാളുകളിൽ നീട്ടപ്പെടുന്ന ഇതുപോലെയുള്ള നന്മകളുണ്ട്. ദൈവം പ്രാർത്ഥിക്കുന്ന എന്നെ, പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന, മാനിക്കുന്ന ഇതുപോലെ നീട്ടപ്പെട്ട ചില സ്വർണ്ണ ചെങ്കോലുകൾ ദൈവം നമ്മുടെ മേൽ നീട്ടപ്പെടുന്ന, നമുക്കത് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നേരെ നീട്ടുന്ന ചില വടിയല്ല, സ്വർണ്ണ ചെങ്കോൽ. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് എസ്തർ എന്തു ചെയ്തു? എസ്തർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രത്തെ തൊട്ടു. അത് അവളുടെ നേരെ നീട്ടി. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, എസ്തർ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. ഒരു മരണതുല്യമായ ദുഃഖമായിരുന്നു എന്നാ, അപകടം അടുത്ത്. പക്ഷേ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അനുഭവിച്ചത് രാജാവിൻ്റെ പ്രസാദമാണ്, സന്തോഷമാണ്. അവൾ കണ്ടത് തൻ്റെ നേരെ നീട്ടിയിരിക്കുന്ന സ്വർണ്ണച്ചെങ്കോലാണ്. ഇന്ന് ദുഃഖത്തിലിരിക്കുന്നവരാണോ? ഇന്ന് സങ്കടഭാരത്തോടെ ഇരിക്കുന്നവരാണോ? ദൈവം നിങ്ങളുടെ നേരെ നീട്ടുന്ന ചില നന്മകൾ നിങ്ങൾ കാണുക മാത്രമല്ല, അത് തൊടും, അത് അനുഭവിക്കും. ദൈവം നിങ്ങളുടെ നേരെ നീട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഇന്ന് കാണുന്നത് 4 വശവും ദുഃഖവും വീർപ്പുമുട്ടുന്ന അവസ്ഥയും ദുഃഖകരമായ മരണതുല്യമായ ഉത്കണ്ഠയും ആകുലതയും ടെൻഷനും ഡിപ്രഷനും ഒറ്റബോധവും നിരാശയൊക്കെ ആയിരിക്കും. നാളുകളിൽ നിങ്ങൾ കാണും നിങ്ങളുടെ നേരെ നീട്ടുന്ന, ദൈവം നീട്ടിത്തരുന്ന ചില നന്മകൾ. അത് പല രൂപത്തിൽ, പല രീതിയിൽ അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ വെളിപ്പെടുന്ന നന്മകളുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ നീട്ടപ്പെടുന്ന നന്മകളുണ്ട്. എസ്തേറിൻ്റെ മുമ്പിലേക്ക് സ്വർണത്തിൻ്റെ ചെങ്കോൽ നീട്ടിക്കാണിച്ചു. സ്വർണത്തിൻ്റെ അവൾ അതിൻ്റെ അഗ്രത്തെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, നിന്റെ നേരെ നീട്ടിത്തരുന്ന, നിന്റെ അടുത്തേക്ക് വരുന്ന, നിന്റെ മേൽ പ്രസാദിക്കുന്ന, നിനക്ക് അനുഭവിക്കാൻ കഴിയുന്ന നന്മകൾ അടുത്തു വരുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടൊരു വാക്കുണ്ടായിരുന്നു, മരണതുല്യമായ ഉത്കണ്ഠയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ അത്ഭുതകരമായ സന്തോഷമാണുള്ളത്. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയ ആ ഒരു മനോവിചാരമാണ് ആ നന്മയിലേക്ക് എത്തിച്ചത്. ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങൾ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ഇന്ന് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞങ്ങൾ കേട്ടത്. അത് വിശ്വാസത്തോടെ എടുക്കുന്നു, വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. ദൈവനാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചവരെ, വചനം കേട്ടവരെ, വചനം സ്വീകരിച്ചവരെ, ആ വചനം അയച്ചു കൊടുത്തവരെ, അത് എഴുതിയവരെ എല്ലാം ഓർക്കുന്നു. എല്ലാം വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ബലമുള്ള ആ വിജയമുള്ള കരത്തിൽ ഏൽപ്പിച്ചു തരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്.
നിങ്ങൾ ആരെക്കുറിച്ച് ഓർത്താണെന്ന് മരണതുല്യമായ ഉത്കണ്ഠയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഓർത്താണോ? ജീവിത പങ്കാളി ഓർത്താണോ? സാമ്പത്തിക പ്രശ്നത്തെ ഓർത്താണോ? രോഗത്തെ ഓർത്താണോ? അത് മാറും. നിങ്ങളുടെ നേരെ നീട്ടപ്പെടുന്ന ഒരു ചെങ്കോൽ എന്ന പോലെ ചില സൗഖ്യങ്ങൾ ദൈവം ഒരുക്കുന്നത്, ചില നന്മകൾ ഒരുക്കുന്നത്, ചില വിടുതലുകൾ ലഭിക്കുന്നത്, ചില പുതിയ വാതിലുകളെ തുറക്കുന്നത്, ചില ദൈവദൂതന്മാരെ പോലെ ചില മനുഷ്യർ വരുന്നത് ഒക്കെയും നിങ്ങൾ കാണും. നിങ്ങളത് അനുഭവിക്കും. യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് ബുധനാഴ്ചയാണ്. നാളെ വ്യാഴം വെള്ളി ദിവസങ്ങൾ. വ്യാഴാഴ്ച 9 മണി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും. 9:30 നമ്മുടെ ഈ ആലയത്തിൽ കൗൺസിലിംഗ് ആരംഭിക്കും. 12 മണിക്ക് ശേഷം 12:30 വേളാങ്കണ്ണി മാതാവിൻ്റെ നൊവേന മാധ്യസ്ഥം നടത്തി പ്രാർത്ഥിച്ച് നമ്മൾ മുട്ടിന്മേൽ ഇഴഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു നിയോഗത്തോടെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് ഉച്ചയ്ക്ക് മുമ്പുള്ളത്. ധാരാളം ആളുകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, അനുഗ്രഹത്തെ സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം നേർച്ച ഭക്ഷണം ഉച്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ശുശ്രൂഷകൾ ആരംഭിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വചനം കേൾക്കുന്ന നിങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് കേൾക്കാൻ ഇടയാകരുത്, തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാളും തകർന്നുപോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാളും വീട് വിട്ടിറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരു കുഞ്ഞു പോലും വഴിതെറ്റിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്, വീട് വിട്ടിറങ്ങിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്, തെറ്റായ ബന്ധത്തിൽ ചെന്ന് പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ദൈവവചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് തകർന്നു കിടക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഇന്നു മുതൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരാൾ പോലും തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരു കുടുംബവും തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാരും തമ്മിൽ വഴക്കുണ്ടായി ചെതറിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. പിന്നെയോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് കേൾക്കാൻ ഇടയാകണം, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകണം, നിങ്ങൾ സാമ്പത്തികമായി വളർന്നു വരുന്നു എന്ന് കേൾക്കാൻ ഇടയാകണം, നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹമായി മുന്നോട്ട് പോകുന്നു എന്ന് കേൾക്കുവാൻ ഇടയാകണം, നിങ്ങളുടെ തൊഴിൽ അനുഗ്രഹിക്കപ്പെടുന്നത് അനുഭവിക്കാൻ കഴിയണം. രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ശരീരത്തെ അകവും പുറവും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെയും യേശുവേ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും കൂട്ടായ്മയും തരണമേ. പ്രിയപ്പെട്ട യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും കേട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു വരണം. വഴിതെറ്റി പോകരുത്. നിങ്ങൾ പ്രബലന്മാരാകണം. നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമാകണം. സാമർഥ്യമുള്ളവരാകണം. പഠിക്കാൻ കഴിവുള്ളവരാകണം. ജോലി ചെയ്യാൻ കഴിവുള്ളവരാകണം. പ്രസംഗിക്കാൻ കഴിവുള്ളവരാകണം. തൊഴിൽ ചെയ്യാൻ കഴിവുള്ളവരാകണം. വിവിധ രാജ്യങ്ങളിൽ പോകാൻ കഴിവുള്ളവരാകണം. ഉയർന്ന പദവിയിലെത്താൻ കഴിവുള്ളവരാകണം. മിടുക്കരാകണം. പറയാൻ, സംസാരിക്കാനും ഇടപെടാനും കഴിവും തൻ്റെ ഇടവും ധൈര്യവുമുള്ളവരായി മാറണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉപവാസത്തോടെ ഇന്നൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിൽ എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ.